വെറുതെ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. എന്നാ നിന്റെ ക്ഷമ പരീക്ഷിച്ചിട്ട് തന്നെ കാര്യം. നിന്റെ അച്ഛനുണ്ടല്ലോ, അവൻ മറ്റുള്ളവരുടെ മുതൽ തന്ത്രത്തിൽ കട്ടെടുക്കുന്നവനാടാ. താൻ എന്താണ് എന്റെ അച്ഛനെ കുറിച്ച് പറയാ? മാമ മാറി നിൽക്കാനാ ഞാൻ പറഞ്ഞത്. അച്ചോട്ടാ, സംസാരിക്കാനുള്ളത് സംസാരിച്ചോ, പക്ഷെ കയ്യാങ്കളിയൊന്നും വേണ്ട. നീ എന്തിനാടാ ഇതിനിടെ കയറി വരുന്നത്? നിന്നോട് അവർ ചെയ്താ മറന്നോ? ഞാനൊന്നും മറന്നിട്ടില്ല അച്ചോട്ടാ. പിന്നെ എന്തിനാടാ ഇവർക്ക് വേണ്ടി നിൽക്കുന്നത്? നിന്നെ കള്ളനെന്ന് മുദ്രകുത്തി 25,000 രൂപയുടെ പേരിൽ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടവരല്ലേ അവര്? ഏട്ടാ, ഞാൻ ആരുടെയും പക്ഷം പിടിക്കുന്നതല്ല. പക്ഷെ സത്യം തെളിയുന്നതിന് മുമ്പ് ഞാൻ ആരെയും കുറ്റവാളിയാക്കാനും തയ്യാറല്ല. എന്റെ ധർമ്മ, നീ ഇപ്പോഴും ആവശ്യമില്ലാതെ ഇവരെയൊക്കെ വിശ്വസിക്കുക. സാരമില്ല, നിന്റെ ആ വിശ്വാസം ഇന്നത്തോടെ ഞാൻ തീർത്തു തരാം. നിങ്ങൾ എന്തൊക്കെയാ വിളിച്ചു പറയുന്നത്? അല്ല, ബാലേട്ട് നിങ്ങളോട് എന്തു ചെയ്തു? ബാലം വരട്ടെ, അവന്റെ മുഖത്ത് നോക്കി തന്നെ ഞാനത് പറയാം. ഈ ലോകം മുഴുവൻ എതിർത്ത് നിന്നാലും എന്റെ ബാലേട്ടനെ ഞാൻ സംശയിക്കില്ല. അത്ര ഉറപ്പാണോ? ഉറപ്പാ. എങ്കിൽ വിളിക്ക്, അവൻ വന്നിട്ട് നമുക്ക് സംസാരിക്കാം. ആരാണ് ശരി ആരാണ് തെറ്റെന്ന് അപ്പൊ അറിയാൻ പറ്റും. ശരി, ഞാൻ ബാലേട്ടനെ വിളിക്കാം. വേഗം പോയി വിളിക്കടി. നന്ദിതേ, എന്തിനാ ഞാൻ ഇവിടെ ഒന്ന് ബഹളം ഉണ്ടാക്കുന്നതെന്ന് മോൾക്ക് അറിയണോ? ഇതൊന്ന് നോക്ക്. ഇത് മുമ്പ് കണ്ടിട്ടില്ലേ?